ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് മേക്കർ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, ചെറിയൊരു ബോട്ടിൽ വെച്ചൊരു ചെറിയൊരു അക്വേറിയമാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിലിന് മുകളിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കത് ചെയ്യാം. ഇതുപോലൊരു നൂല് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് മണ്ണ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം മണ്ണെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാ നൂലിന് മുകളിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ കുപ്പിയുടെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് മണ്ണെണ്ണയില്ലാതെ ഒന്ന് തൂത്തുകളയും. അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനും ചുറ്റിനുമായിട്ട് ഒന്ന് തീയിട്ട് കൊടുക്കാം, ഒന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പം നൂലിന് ചുറ്റും ഒന്ന് തീപിടിക്കുന്ന വിധത്തിലൊന്ന് കറക്കി കൊടുക്കാം. ഇപ്പം അത്യാവശ്യം ചുറ്റിനും തീ പിടിച്ചിട്ടുണ്ട്. ഈ നൂലൊന്ന് കത്തി തീരാറാകുമ്പോഴാണ് നമ്മളിത് വെള്ളത്തിലേക്ക് മുക്കിക്കൊടുക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് വെള്ളത്തിലേക്ക് മുക്കിക്കൊടുക്കാം. ഗ്ലാസ് ഇപ്പൊ എന്താ പറയാ രണ്ടായിട്ട് പോയിട്ട് ആ ഒരു നൂല് കെട്ടിയതിന് മുകളിലായിട്ടാണ് ഇത് കട്ടായി പോയിരിക്കുന്നത്. നൂല് ഊരി മാറ്റിക്കളയാം. ക്ലിയർ കട്ടായിട്ട് വന്നില്ല, എങ്കിലും ഒരു ക്ലിയർ ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഷേപ്പിലുള്ള ടൈലിന്റെ പീസൊക്കെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുപോലെ ഒരെണ്ണം എടുക്കുക. ഇതുപോലെ 4 തെർമോക്കോളിന്റെ 4 കഷ്ണങ്ങളാണ്. അപ്പൊ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തെർമോക്കോളിന് 4 പീസ് നമുക്ക് ആ ടൈലിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ടൈലിന്റെ ഒരു വശത്തേക്ക് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 4 പീസുകൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് തെർമോക്കോളിന്റെ പൂർണ്ണമായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് ഇത് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം. ഇതുപോലുള്ള പെയിന്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഇതിന് മുകളിലേക്ക് അടിച്ചെടുക്കാം. അപ്പൊ നമ്മളിത് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് മുകളിലേക്ക് നമ്മൾ ചെറിയൊരു ബ്ലാക്ക് കളർ ഇതുപോലെ ഒരു വിരിഞ്ഞ ബ്രഷ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ 4 വശത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം അത്യാവശ്യമായിട്ടുണ്ട്. ഇതുപോലെ ക്യാപ്പ് പോലെ വെക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ വണ്ണത്തിൽ തെർമോക്കോള് കട്ട് ചെയ്തു. അതിനുശേഷം അതിന് ചുറ്റിനും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചതിന് ശേഷം നമ്മൾ പെയിന്റ് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ ടൈലിന്റെ പീസ് ഇതുപോലെ ഒരു ബോട്ടിൽ കയറ്റി വെക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ അത് കറക്റ്റായിട്ട് കയറിയിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു LED ആണ്. ഇത് ഏകദേശം 3 വാട്ട് വരെ കത്തുന്ന ഒരു LED ആണ്. ഇതിപ്പോൾ ഒരു മൊബൈൽ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു LED ബൾബ് എടുക്കുക.
through the highways till my shadow turns to sun rays and on. അപ്പൊ ഇനി വേണ്ടത് ഇതിന്റെ രണ്ട് സൈഡും അടയ്ക്കാന്നുള്ളത്. അപ്പൊ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഇതിന്റെ രണ്ട് സൈഡും നന്നായിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വിടുക. ഈ രണ്ട് സൈഡ് അടച്ചില്ലെങ്കിൽ ഇതുവഴി നമുക്ക് എയർ പുറത്തേക്ക് ആ ഒരു ഗ്ലാസ് ബോട്ടിലിനുള്ളിലേക്ക് കടത്തി വയ്ക്കാം. ഒരു ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് നമുക്ക് അത് ഒട്ടിച്ചെടുക്കാം. ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഷേപ്പ് നമ്മൾ കടത്തി വെക്കാൻ പറഞ്ഞത്. അപ്പൊ രണ്ടാമത് ഞാൻ കടത്തി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എൻ്റെ ആ ക്യാബിൻ്റെ ഉള്ളിലെ കൂടി പുറത്തേക്ക് ഇതുപോലെ പുറത്തേക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ക്യാപ്പ് മൂടി വയ്ക്കാൻ സാധിക്കും. ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ പണി പൂർത്തിയായെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ആ ഒരു ടൈലിനുള്ളിലേക്ക് ഈ ഒരു ബോട്ടിൽ ഇറക്കി വെക്കാം. ഇതിന്റെ ചുറ്റിലേക്ക് കളർ കല്ലുകളോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ആ ഒരു ഹോൾ അടയ്ക്കുക. എടുത്തിരിക്കുന്നത് വൈറ്റ് കല്ലുകളാണ്. ഇതുപോലെ കുറച്ച് കല്ലുകൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ തന്നെ എന്താ പറയാ കളർ അടിച്ച് എടുത്തിട്ടുള്ളവയാണിത്. അപ്പൊ ഇത് കളർ അടിച്ചതിന് ശേഷം ഒന്ന് കഴുകി എടുത്തതാണ്. അപ്പൊ ഇത് നമുക്ക് ആ ഒരു ബോട്ടിലിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ഹോസിന്റെ സൈഡിലുള്ള ആ ഹോൾ അടയാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കല്ലുകൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഏകദേശം പണി തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് മീനുകളൊക്കെ ഇടാവുന്നതാണ്. അപ്പം ഏകദേശം ടോപ്പ് വരെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. മീനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഗപ്പിയാണ്. ഗപ്പി. അപ്പൊ അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് രസം നോക്കി. മീനുകളൊക്കെ നന്നായിട്ട് തന്നെ ഓടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇതിപ്പോ ഒരു നൈറ്റ് വ്യൂ ആണ്. രാത്രിയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കാണാൻ പറ്റുന്നതാണ് ഇത് കാണാൻ സാധിക്കുന്നത്. മീനുകളൊക്കെ ഓടിക്കളിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഇപ്പൊ എന്താ പറയാ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കാം. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. See the horizon, turn us to thousands.